ആരംഭിക്കാം പത്മവ്യൂഹം. അപ്പോൾ ഈ ഒരു റൗണ്ടിനെ കുറിച്ചും ഫോമാറ്റിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ക്രിസ് തന്നെ പറയും. തീർച്ചയായിട്ടും 90 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ എത്രമാത്രം നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാമോ അത്രമാത്രം നിങ്ങൾക്ക് ശ്രമിക്കാം. അതിൽ പാസ് ചെയ്താലോ സ്കിപ്പ് ചെയ്താലോ തെറ്റിച്ചാലോ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. എല്ലാ ശരി ഉത്തരത്തിനും 10 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് എത്രയും അധികം സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് ഈ റൗണ്ടിലെ സ്പെഷ്യാലിറ്റിയാണ്. അതിനോടൊപ്പം ഒരു സംശയം കൂടെ ചോദിക്കാം. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവരും പറയുന്നു ഭയങ്കര നന്നായിരുന്നു. അങ്ങനെ പേടിയാവുമോ? ഭയം അങ്കുരിപ്പിക്കുന്നതല്ലേ ഭയങ്കരം. അപ്പോൾ ആ ഒരു യൂസേജ് ഒന്ന് ചിന്തിക്കാം. എന്തായാലും അത് ചിന്തിക്കുന്നത് ഇപ്പോൾ ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പേടിയാവത്തില്ല. അപ്പോൾ ഭയങ്കരം എന്നുള്ള ആ വാക്ക് ഒരു പക്ഷേ മലയാളത്തിൽ നമ്മൾ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്തായാലും നമുക്ക് അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ടിലേക്ക് കടക്കാം. 90 സെക്കൻഡിൽ നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാമോ അത്രത്തോളം ഉത്തരം പറയാം. അമൃത വിദ്യാലയം കൊയിലാണ്ടി നിങ്ങളുടെ 90 സെക്കൻഡ് ആരംഭിക്കുന്നു. നളന്റെ പിതാവ് ആരാണ്? വീരസേനൻ. ശരി ഉത്തരം. പൗലോമനും കാലകേയനും ഏത് പുരിയിലാണ് വസിച്ചത്? അളകപുരി. തെറ്റ്. അംഗരാജ്യത്ത് 6 കാൽകുത്തിയപ്പോഴാണ് മഴ പെയ്തത്? ഋഷ്യശൃംഗൻ. ശരി ഉത്തരം. സഗരന് വൈദർഭിയിൽ എത്ര പുത്രന്മാരാണ് ജനിച്ചത്? 60,000. ശരി ഉത്തരം. അഗസ്ത്യ മഹർഷിക്ക് ലോപാമുദ്രയിലുണ്ടായ പുത്രൻ ആരാണ്? ഇക്മവാഹൻ അല്ലെങ്കിൽ ദൃഢസ്യു. ശരി ഉത്തരം. അഗസ്ത്യ മഹർഷി നിഗ്രഹിച്ച ദാനവൻ ആര്? 56 വാതാപി. ശരി ഉത്തരം. ഛേദി രാജ്യത്തിൽ ദമയന്തിക്ക് ഒരു സഖിയെ ലഭിച്ചു. ആരാണവൾ? കേശിനി. തെറ്റുത്തരം. അടുത്ത ചോദ്യം. ദമയന്തിയെ നളൻ ഋതുപർണന്റെ കൊട്ടാരത്തിലുണ്ടെന്ന വാർത്ത അറിയിച്ചത് ആര്? പർണാദനാണോ? തിരുത്തണമെങ്കിൽ തിരുത്താം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 28 സെക്കൻഡ്സ് ബാക്കി. സുദേവൻ. പർണാദനാണോ? വേഗം പറയൂ. ഷുവർ. പർണാദൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അത് തെറ്റുത്തരം. ഇന്ദ്രസേനന്റെ പുത്രൻ. ഇന്ദ്രസേൻ ആരുടെ പുത്രനാണ്? 8 സെക്കൻഡ്സ് ബാക്കി. നളന്റെ. ശരി ഉത്തരം. 5. ഏത് ആയുധം ഉപയോഗിച്ചാണ് ഇന്ദ്രൻ വൃത്രനെ വധിച്ചത്? വജ്രായുധം. ശരി ഉത്തരം. അവസാനത്തെ 1 മിനിറ്റ് വരെ 1 സെക്കൻഡ് 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചു, ഉത്തരം നൽകാൻ ശ്രമിച്ചു. അതിൽ 3 തെറ്റി. അങ്ങനെ 7 ശരിയുത്തരം. 70 മാർക്കുകളാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. പൗലോമനും കാലകേയനും ഏത് പുരിയിലാണ് വസിച്ചത്? വേറെ ആർക്കെങ്കിലും അറിയാമോ? പൗലോമനും കാലകേയനും ഏത് പുരിയിലാണ് വസിച്ചത്? ഹിരണ്യപുരം. ശരി ഉത്തരം. 7ാമത്തെ ചോദ്യം. ഛേദി രാജ്യത്തിൽ ദമയന്തിക്ക് ഒരു സഖിയെ ലഭിച്ചു. ആരാണവൾ എന്നാണ് ചോദിച്ചത്. ശരി ഉത്തരം. ദമയന്തിയെ നളൻ ഋതുപർണന്റെ കൊട്ടാരത്തിലുണ്ടെന്ന വാർത്ത അറിയിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? സുദേവൻ എന്നാണ് പറഞ്ഞ വർണ്ണാദനാണ് ശരി ഉത്തരം. അത് പർണാദൻ എന്നുള്ളത് വർണ്ണാദൻ എന്നുള്ള ആ ഒരു തെറ്റാണ്. ഞാൻ അതാണ് പിന്നെയും ചോദിച്ചത്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാം. വർണ്ണാദനാണ്, നിങ്ങൾ പർണാദൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടീമിന്റെ 90 സെക്കൻഡിനുള്ള സമയം ആരംഭിക്കുന്നു. അമൃത വിദ്യാലയ പത്തനംതിട്ട. അവിടെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ, വിരലൊക്കെ ഇപ്പൊ പൊട്ടും പ്രാർത്ഥിച്ചിട്ട്. പ്രാർത്ഥിച്ചോ? അപ്പൊ ഇനി തുടങ്ങല്ലേ? ഓക്കെ, 90 സെക്കൻഡ് നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. വിദർഭ രാജ്യത്തെ രാജാവ് ആരായിരുന്നു? ഭീമരാജാവ്. ശരി ഉത്തരം. ആരായിരുന്നു ബ്രാഹ്മണ വേഷം ധരിച്ച് പാണ്ഡവന്മാരുടെ സേവകനായി നിന്നവൻ? ശ്രീകൃഷ്ണൻ. അല്ല, തെറ്റുത്തരം. അംഗരാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു? 70 സെക്കൻഡ്. അറിയത്തില്ല. ഓക്കെ, സ്കിപ്പ്. സഗരന്റെ യാഗാശ്വത്തെ ആരാണ് അപഹരിച്ചത്? കപിലമുനി. ആരാണ് അപഹരിച്ചത്? ഓക്കെ, ശരി ഉത്തരം. അഗസ്ത്യപുത്രനായ ദൃഢസ്യു ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ഇദ്മവാഹൻ. ശരി ഉത്തരം. കാമ്യകവനത്തിൽ നിന്നും പാണ്ഡവന്മാർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ അവരെ അനുഗമിച്ച മഹർഷിമാർ? ശരി ഉത്തരം. വനവാസകാലത്ത് നളനെ ശരണം പ്രാപിച്ച പാമ്പ്? ശരി ഉത്തരം. ഋതുപർണൻ ഏത് വിദ്യയാണ് നളന് ഉപദേശിച്ചു കൊടുത്തത്? അക്ഷഹൃദയ വിദ്യ. ശരി ഉത്തരം. നളന് എത്ര സന്താനങ്ങളുണ്ട്? 2. ശരി ഉത്തരം. കാലകേയന്മാരുടെ ആരുടെ സഹായത്താൽ വധിക്കാൻ സാധിക്കാമെന്നാണ് ഭഗവാൻ പറയുന്നത്? കാലകേയന്മാരെ ആരുടെ സഹായത്താൽ
വധിക്കാൻ സാധിക്കുമെന്നാണ് അഗസ്ത്യ ഭഗവാൻ മഹർഷിയുടെ. പറഞ്ഞത്. അഗസ്ത്യ മഹർഷിയുടെ ശരി ഉത്തരം. 15 സെക്കൻഡ്സ് ബാക്കി. നളന് സർവ്വസമ്പത്തും നഷ്ടപ്പെടാനുള്ള കാരണം എന്ത്? കലി കാരണം പുഷ്കരനോട് ചൂത് കളിച്ചപ്പോ. ചൂതുകളിയാണ് ശരി ഉത്തരം. അവസാനത്തെ 5 ഓക്കെ. seconds. ജമദഗ്നി മഹർഷിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? 2, 1. ഋചികൻ, സത്യവതി. ശരി ഉത്തരം. എൻ്റെ അമ്മേ. 12 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 2 ഉത്തരം തെറ്റായി. അത് രണ്ടാമത്തെ ചോദ്യമായിരുന്നു, ആരായിരുന്നു ബ്രാഹ്മണ വേഷം ധരിച്ച് പാണ്ഡവന്മാരുടെ സേവകനായി നിന്നവൻ? ആർക്കെങ്കിലും അറിയാമോ? ജടാസുരൻ. ശരി ഉത്തരം. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അംഗരാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? ലോമപാദൻ. ശരി ഉത്തരം. അപ്പൊ ആ 2 ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് തെറ്റിയത്. 12-ൽ 2 ഉത്തരങ്ങൾ തെറ്റുമ്പോൾ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു. അങ്ങനെ 100 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു.